നിരർത്ഥമായ വാദമാണ്. രണ്ട്, ഏതെങ്കിലും സ്പെസിഫിക് ഇഷ്യൂവിന്റെ പേരിലല്ല ഇങ്ങോട്ടുള്ള സമീപനം നോക്കിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ ആർക്കും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അടിയന്തരാവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിന്റെ പേരിൽ ആ കോൺഗ്രസിനെതിരെ വളരെ ശക്തമായി പ്രക്ഷോഭങ്ങൾ നടത്തി BJP അടക്കമുള്ള സംഘടനകൾ, അന്നത്തെ ഭാരതീയ ജനസംഘ് എന്ന് പറഞ്ഞ സംഘടനകളോട് വരെ സഹകരിച്ചുകൊണ്ട് കോൺഗ്രസിനോട് പകരം വീട്ടിയവരാണ്. അപ്പൊ അന്നത്തെ അടിയന്തരാവസ്ഥയിൽ സിവിൽ റൈറ്റ്സ് ഇല്ലാതാക്കിയതിന്റെ പേരിൽ മാത്രമാണ് പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എന്തിനാണ് കോൺഗ്രസിനെ പ്രതികരിക്കുന്നത്? രണ്ട്, ഇവർക്കെങ്ങാനും ഈ ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ അധികാരമുണ്ടെങ്കിൽ, ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രവർത്തിക്കാൻ സമ്മതിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് കിനാലൂരും അതുപോലെ തന്നെ കക്കോടിയും ഒരുപാട് ക്യാമ്പസുകൾ വെച്ച് SIOക്കാരും സോളാരിറ്റിക്കാരും നിരന്തരമായി അടിക്കും മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമാകുന്നത്. ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എളമരം കരീമിന്റെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ, എളമരം കരീം വളരെ രൂക്ഷമായ, ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയാത്ത ആരോപണമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറയുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് വമ്പിച്ച തോതിൽ ഇവർക്ക് പണം ഒഴുകുന്നു, അവർക്ക് തീവ്രവാദ ബന്ധങ്ങളുണ്ട്, അവർ രാഷ്ട്രാന്തരീയ ഭീകര സംഘടനയുടെ ഭാഗമാണ്. ഇതുപോലത്തെ ഒരു ആരോപണം എന്നെങ്കിലും ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയോ ഇവിടുത്തെ കോൺഗ്രസോ മറ്റുള്ളവരോ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഏതാനും ചില മുസ്ലിം ലീഗ് സംഘടനകൾക്ക് പ്രതിനിധികൾക്ക് വോട്ട് കൊടുക്കുന്നത്? തീർത്തും നിലപാടില്ലാത്ത നേതൃത്വത്തിന്റെ പാപ്പരത്വം എന്നല്ലാത്ത ഒരു വാക്കും യഥാർത്ഥത്തിൽ ഈ നിലപാട് വെച്ച് വിശേഷിപ്പിക്കാൻ. ശ്രീ ഹമീദ് വാണിമേൽ, എന്തായിരിക്കും യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാവുക? ശ്രീ പിണറായി വിജയനെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ച് ശ്രീ ആരിഫ് അലി അടക്കമുള്ള ജമാഅത്ത് നേതാക്കൾ ചെന്ന് കണ്ടുവെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. വീണ്ടും ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ ഈ സംഘടനയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് UDFിലുള്ള മുഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷ ബാനറിൽ അണിനിരക്കുകയല്ലാതെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം നിലപാടുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് ഏകപക്ഷീയമായി അപ്പുറത്ത് പോയി പിന്തുണ കൊടുക്കുക എന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് നിലപാടുകളെ ക്രോഡീകരിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞ ഗ്രന്ഥം അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ദാവൂദ്, നിങ്ങളുടെ വോട്ട് വാങ്ങുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല, നിങ്ങളോട് വോട്ട് ചോദിച്ചിട്ട് തന്നെ ഇല്ല, ഈ രീതിയിലാണ് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും തങ്ങളുടെ നിലപാട് ആവർത്തിക്കുന്നത്. ചോദിക്കാത്ത വോട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നത് അവർ വോട്ട് സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണോ? രാജ്യത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഉത്തമ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ ഏറ്റവും ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ വിശകലന രീതി അനുസരിച്ച് ഏറ്റവും ശരിയായ രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ഞങ്ങളുടേതായ വിശകലനം. അബ്ദുള്ള ചോദിച്ചതുപോലെ ബാക്കി 15 ഇടങ്ങളിൽ UDFിനെ പിന്തുണയ്ക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ പ്രമേയം അത് ചർച്ച ചെയ്യുവാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മണ്ഡലം കൺവെൻഷനുകൾ, പ്രവർത്തക കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം, ഈ രാഷ്ട്രീയ പ്രമേയം ഉണ്ടായിരിക്കെ തന്നെ അതാത് മണ്ഡലങ്ങളിലെ പ്രാദേശികമായ സാഹചര്യങ്ങൾ, സംഘടനാപരമായ മുൻഗണനകൾ ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ രൂപീകരണം മണ്ഡലം കൺവെൻഷനുകൾ വെച്ച് നടക്കുകയായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാസർഗോഡ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്നിനാണ് അവിടെ പിന്തുണ നൽകുന്നത്. അവിടുത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. LDFിന്റെ ഭാഗത്തു നിന്ന് INLന്റെ സ്ഥാനാർത്ഥി ശ്രീ അസീസ് കടപ്പുറം അവിടെ നമ്മളുടെ ഒരു വിശകലനത്തിൽ 3ാം സ്ഥാനത്ത് മാത്രം വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ സംഘപരിവാർ സ്ഥാനാർത്ഥിക്കെതിരെ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. അത് അവിടുത്തെ ഒരു പ്രാദേശികമായ സാഹചര്യമാണ്. അതായത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള 15 UDF സ്ഥാനാർത്ഥികളെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത്, അങ്ങനെയാണോ? വിജയിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് BJP വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു നയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ,
BJP വിജയിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ മതേതര വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യുക, അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രീ ദാവൂദ്, ഈ 15 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള എത്ര മണ്ഡലങ്ങളുണ്ട്? അല്ല, ഞാൻ കാസർകോട്ടെ കാര്യമാണ് പറഞ്ഞത്. കാസർകോട്ടെ 15 മണ്ഡലങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. ബാക്കി സ്ഥലങ്ങളിൽ ഞാൻ അത് നമുക്ക് ഇവിടെ വെച്ച് വിശദീകരിക്കാൻ കഴിയില്ല. ഓരോ മണ്ഡലത്തിലെയും പ്രവർത്തക കൺവെൻഷനിൽ വിളിച്ചു ചേർത്ത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള ഒന്നാമത്തെ അവകാശം ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെയാണ്. അത് നിങ്ങൾ അനുവദിച്ചു തരണം. അപ്പൊ അതിന്റെ മണ്ഡലം കൺവെൻഷനിൽ വിളിച്ചു ചേർത്ത് പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിനു ശേഷം ആ മണ്ഡലത്തിന്റെ സാഹചര്യം, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സംഘടനയുടെ മുൻഗണനകൾ ഇതെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത്. തിരിച്ചെത്താം. ശ്രീ ഒ അബ്ദുള്ള, കിനാലൂർ സമരത്തിൽ അതിന് നേതൃത്വം നൽകിയവർക്ക് പിന്തുണയുമായി മാധ്യമങ്ങളടക്കം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ആ സമരത്തിലെ പോലീസ് മർദ്ദനം അടക്കമുള്ള കാര്യങ്ങളിലുള്ള പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട്, അങ്ങനെയെങ്കിൽ കിനാലൂരുകാരോടടക്കം അതിന് പിന്തുണ നൽകിയവരോടടക്കം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാപ്പ് പറയുകയല്ലേ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് മിസ്റ്റർ ദാവൂദിനോട് കാര്യം പറയാനുള്ളത്, ഇത്രയും വിഡ്ഢിത്തപൂർണമായ ഒരു തീരുമാനം എടുത്തതിന് അവകാശം പൂർണ്ണമായി ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. കാരണം നിങ്ങൾക്ക് മാത്രമേ ഇത്രയും ബാലിശമായ പാപ്പരത്വത്തോടു കൂടിയുള്ളതായ ഒരു തീരുമാനം എടുക്കാനുള്ളൂ. അതുകൊണ്ട് ദയവായിട്ടല്ല, തീർച്ചയായും അത് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ആരും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത മണ്ഡലത്തിലെ ആൾക്കാർ പറയുന്നതാണെന്ന് ഒരിക്കൽ പറയാം, ദേശീയവും ദേശാന്തരീയവുമായ മറ്റൊരിക്കൽ പറയാം, ബംഗാളിൽ ഇത്തവണ മൂല്യാധിഷ്ഠിതമായ വോട്ടുകൾ ആണ് നടപ്പിലാക്കുന്നത് പറയാം. ഇവിടെ എത്തുമ്പോൾ അത് LDFന് അനുകൂലമാണ്, ചിലയിടത്ത് പ്രതികൂലം പറയും. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് LDFനെ ഭയന്ന്, LDFനെ ഇവിടെ പാർട്ടി നിർത്തിയിട്ടില്ലെങ്കിൽ, LDFന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ഇനിയും കിനാലൂരുകളും കക്കോടികളും ആവർത്തിക്കുമെന്നും അവരോട് ശരീരം വേദനയാകുമെന്നും ഭയപ്പെട്ടതിൽ നിന്ന് മാത്രമാണ് ഇത്തരമൊരു തീരുമാനം. അല്ലെങ്കിൽ എളമരം കരീമിനെ ഒരു പരിതസ്ഥിതിയിലും അനുകൂലിക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കേണ്ടതല്ല. കാരണം അതിന് മാത്രം കടുത്ത വിമർശനങ്ങളാണ് കരീം ഇവർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഈ വികസനത്തിന്റെ ഏറ്റവും വലിയ തടസ്സമായിക്കൊണ്ട് കരീമിന്റെ നിലപാടുകളെയാണ് അന്ന് ഇവിടെ ഹൈലൈറ്റ് ചെയ്തത്. മറുഭാഗത്തും അതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് വികസനത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ശത്രുത, തടസ്സം എന്ന് കരീം ആവർത്തിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ നിലപാടിനെ മണ്ഡലത്തിൽ നിന്ന്, മേഖലയിൽ നിന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് പൊന്തമൽ തച്ച് രക്ഷപ്പെടാൻ വിചാരിക്കേണ്ട. പാർട്ടിയെ തോന്നിയ പോലെ, തോന്നിയ മാതിരി, തോന്നിയ സമയത്ത് കണ്ടവരുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടി ഒരു മഹത്തായ പ്രസ്ഥാനത്തിനെ നശിപ്പിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിനാണ്. അത് അവരെ ഏറ്റെടുത്തേ പറ്റൂ. ശ്രീ ഹമീദ് വാണിമേൽ, ഈ കിനാലൂർ സംഭവവുമായി തന്നെ ബന്ധപ്പെട്ട് CPI നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ശ്രീ ഹമീദ് വാണിമേലിന് നന്നായി ഓർമ്മയുണ്ടാവും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തന്നെ കോഴിക്കോട് ബ്യൂറോ ചീഫ് ഷാജഹാനെ കുറിച്ച് ശ്രീ എളമരം കരീം ഈ സമരം റിപ്പോർട്ട് ചെയ്തതിന് പേരിൽ പറഞ്ഞ കാര്യങ്ങൾ, അയാളുടെ പെങ്ങളെ ഞാൻ കെട്ടിയിട്ട് മൊഴി ചൊല്ലിയിട്ടുണ്ടോ, പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഈ വിരോധം കാണിക്കുന്നത്, അയാൾ പണ്ട് SFIക്കാരനാണെന്ന് പറഞ്ഞിരുന്നു, പാല് ചീത്തയായാൽ അതുപോലെ ദുർഗന്ധം ഉണ്ടാക്കുന്ന മറ്റൊന്നും ഉണ്ടാവില്ല, ഈ രീതിയിലുള്ള വളരെ മോശമായ ഭാഷയിലുള്ള വിമർശനമായിരുന്നു അഴിച്ചുവിട്ടത്. ഈ സമരത്തെ, അതിന്റെ നേരെ നടന്ന പോലീസ് അതിക്രമത്തെ ശരിയായ അർത്ഥത്തിൽ കണ്ട് പിന്തുണ വെച്ചവർ പോലും ഇന്ന് ലജ്ജിക്കേണ്ട അവസ്ഥ ഉണ്ടാവുമോ? ശ്രീ എളമരം കരീം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമാഅത്ത് പ്രവർത്തകന്മാർ അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. കക്കോടിയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും അടിച്ച് തകർക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ഞാൻ. കള്ള കേസുകളിൽ കുടുക്കി പലരെയും ജയിലിലടച്ചു. അവ തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയെ ശാരീരികമായിട്ട് പോലും വേദനിപ്പിച്ച കരീമിന് വോട്ട് രേഖപ്പെടുത്തുക വഴി കേരള കിനാലൂർ ഭാഗത്തെ ബാലുശ്ശേരി മണ്ഡലത്തിലെയും അതേപോലെ എലത്തൂർ മണ്ഡലത്തിലെയും ജമാഅത്ത് പ്രവർത്തകന്മാരുടെ മാനസികാവസ്ഥയോട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉത്തരം പറയുക എന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശ്രീ ഹമീദ് വാണിമേൽ, ശ്രീ ഹമീദിന്റെ നിലപാടിനോട് യോജിക്കുന്ന ഒരുപാട് പേർ സംഘടനയിലുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കേഡർ ഘടനയുള്ള പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ ചിന്തിക്കുമെങ്കിലും അവർക്ക് പെട്ടെന്ന് പുറത്തു കടക്കാൻ സാധ്യമല്ല. പക്ഷേ കേരളത്തിലെ അനേകായിരം അനുഭാവികൾ ഈ നിലപാടിനോട് മാനസികമായ വലിയ വിയോജിപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശ്രീ ഹമീദ്, ഈ പ്രഖ്യാപിച്ച പിന്തുണ CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഈ പിന്തുണ എന്ന് പറയുന്നതിന് 140 നിയോജക മണ്ഡലങ്ങളിൽ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള യാതൊരു ശേഷിയും ജമാഅത്തെ ഇസ്ലാമിക്കില്ല.
ഏറ്റവും ചുരുങ്ങിയത് 15-20 നിയോജക മണ്ഡലങ്ങളിൽ ഒരു വോട്ട് പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല എന്നതാണ് വസ്തുത. അത് CPM ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വല്ലാതെ സ്വാഗതം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നന്ദി ശ്രീ അമീദ് വാണിമേൽ, ഷിയോ അബ്ദുള്ള, ശ്രീ ദാവൂദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് അവറിൽ ഇടവേള.